ഇവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ രാവിലെ തന്നെ കാങ്ങ അതവിടെ ഉണങ്ങിയ മരത്തിൻ്റെ ഇലകളൊക്കെ കൂട്ടിയിട്ട് തീ കത്തിച്ചുകൊണ്ടിരിക്കുക. നല്ല തണുപ്പുണ്ട് ഇവിടെ. വേണ്ടോ? പിന്നെ ഇത് കൊതുകിന്, പക്ഷെ കൊതുക് ഇവിടെ ഇല്ല. വൈകുന്നേരം മാത്രം കുറച്ച് സമയം കൊതുകുണ്ടാവും. ഈ മുറ്റത്ത് നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് നമ്മുടെ ഫാം ഹൗസിൻ്റെ. നല്ല രസമുള്ള വെതറാണ് കേട്ടോ. എന്ത് സൂപ്പർ കാലാവസ്ഥയാണെന്നറിയോ. ഇപ്പം നമ്മുടെ മുമ്പിലുള്ള ഈ ചെറിയ തോട്ടിൽ വെള്ളമൊക്കെ കുറഞ്ഞു വന്നുണ്ടോ. കാരണം മഴ നിന്നതോടുകൂടി പിന്നെ വെള്ളമൊക്കെ കുറഞ്ഞു. പക്ഷെ ചില സമയങ്ങളിൽ പെട്ടെന്ന് വെള്ളം കൂടുകയും ചെയ്യും. ഇവിടെ ഒന്നിച്ച് കുറേ തീ ഒന്നിച്ചിടാനും പറ്റില്ല. കാരണം ഈ മാംഗോസ്റ്റിൻ്റെ ട്രീക്കൊക്കെ അത് ബാധിക്കും. അതുകൊണ്ട് കുറച്ചായിട്ട് ഇങ്ങനെ കത്തിക്കുകയാണ്. എൻ്റെ മോട്ടോർ സൈക്കിൾ അവിടെ ഞാൻ പ്ലാസ്റ്റിക് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ രാത്രി നല്ല മഞ്ഞാണ്. അപ്പോൾ അത് നനയും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് വെച്ചത്. കണ്ടോ, വെള്ളം വളരെ കുറവാണ്. അതുകൊണ്ട് അവിടെ മഞ്ഞ് വീഴുന്നത് എന്ത് രസമാണെന്ന് നോക്കല്ലേ. ആഹാ, രാവിലെ 7:30 മണിയായി ഇപ്പോൾ. പക്ഷെ കുറച്ച് വെയിലുണ്ട്. പക്ഷേ അതിരാവിലെ നല്ല മഞ്ഞായിരുന്നു. അപ്പം ഞാനും ഗാങ്ങും കൂടെ ഇവിടെ നമ്മുടെ വില്ലേജ് ഉണ്ട്, അവിടെ കുറച്ച് ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വെറുതെ ഒന്ന് ചുമ്മാ നടക്കുക, എന്നിട്ട് എന്തെങ്കിലും അവിടെ കാണുകയാണെങ്കിൽ വാങ്ങുകയും ചെയ്യാം. എന്തെങ്കിലും സ്പെഷ്യൽ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ വാങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. വാ, നമുക്ക് കാണാം, നമ്മുടെ വില്ലേജ് കാണാമല്ലോ. ഇവിടെ നമ്മുടെ കുറച്ച് അടക്ക, ഇവിടെ കുറച്ച് വെയിലുണ്ട്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ്. കാരണം ഇവിടെ ഇത് ഡ്രൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഈ വെയിലില്ലാത്തത് കാരണം ഇതൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ പുതിയത് 2 ദിവസം മുമ്പ് എടുത്തായിരുന്നു. പിന്നെ ഇതാ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇവിടെയാണ് ആകെ കുറച്ച് വെയിൽ കിട്ടുന്നത്. ഇതുണ്ടോ, ഇവിടെയും കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഉണങ്ങി കിട്ടുകയാണെങ്കിൽ, പെട്ടെന്ന് ഉണങ്ങുകയാണെങ്കിൽ നന്നായിരുന്നു. പക്ഷെ വെയിലില്ലാത്ത പ്രശ്നം. മാവ് പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതുണ്ടോ, ആഹാ, നന്നായിട്ട് പൂ കൊഴിയുകയും ചെയ്യുന്നുണ്ട്. ഈ മാവിന് മാങ്ങ ഉണ്ടായിട്ട് വേണം നമുക്ക് നല്ല അച്ചാറുണ്ടാക്കാൻ. ഈ ഭാഗത്തായിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. ആകെ ഒരു വെയിൽ കിട്ടുന്ന സ്ഥലമാണിത്. നല്ല പൂക്കളുണ്ടോ. കാങ്ങിനെ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ബ്രിട്ടീഷുകാരിയുടെ ലുക്കില്ലേ. ഇതുണ്ടോ, നമ്മുടെ അവിടുന്ന് ഒഴുകി വരുന്ന തോടായത്. വെള്ളം കുറവാണ്. നമ്മൾ പണ്ട് ഇവിടുന്ന് ഞാൻ കുളിക്കുന്ന ഒരു വീഡിയോ എടുത്തിരുന്നു. ഇപ്പോൾ വെള്ളം കുറവാണ്. പക്ഷേ ഈ ഭാഗത്ത് ഇവിടെ ഇപ്പോഴും കുളിക്കാനുള്ള വെള്ളമുണ്ട്. ഇവിടെ ഇപ്പോഴും ഇതുണ്ടോ, ഇവിടുന്ന് ചാടി കുളിക്കാം. ഇവിടുന്ന് ചാടി കുളിക്കുന്നൊരു വീഡിയോ എടുക്കണം. എന്ത് ഭംഗിയാന്ന് നോക്ക്. മുളങ്കാട്ടിനുള്ളിലൂടെ ഇങ്ങനെ ഒഴുകാണ് ഈ ചെറിയ തോട്. ടു മെനി ഫിഷ്. കുറേ മീനുണ്ട് ഇത്. പക്ഷെ അധികം വലുതല്ല, ചെറുതാണ്. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ്. അയാൾ വണ്ടിയൊക്കെ കഴുകി. ഇവിടെ എല്ലാവരുടെ അടുത്തും ഈ 4 വീലായിരിക്കും ഉണ്ടാവുക. കാരണം ഈ പാമ്പും മറ്റൊക്കെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അടക്കം ഇവിടെ ഉണങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതുണ്ടോ, ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ അടക്കയുടെ സീസണാണ്. ഇയാളെ നിങ്ങൾ മുമ്പ് ഉള്ള വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ് അവിടുത്തെ. അദ്ദേഹത്തിൻ്റെ വീടാണിത്.
ไปในพระราชินีഅയ്യോ കർഷക കുടുംബങ്ങൾ ഇവിടെ മൊത്തം കർഷകരാണല്ലോ. അപ്പൊ ഇങ്ങനെ തന്നെ വീടൊക്കെ ഉണ്ടാവാം. ഇവരുടെ ഒരു പട്ടിക്കുട്ടിയുണ്ട്. ഒരു പ്ലാവ് അവിടെ വലുതായി വരുന്നുണ്ട്. പ്ലാവിന്റെ ഒരു മരം. ഇത് വേണ്ട, ഇവരുടെ കിച്ചണാണിത്. റൈസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? റൈസ് കുക്കറിലാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ലൈഫ്. കാശില്ലാഞ്ഞിട്ടല്ല കേട്ടോ. ഇതുണ്ടോ, ഇങ്ങനെയൊക്കെയാണ് ഇവിടെയുള്ള കർഷക കുടുംബം, ഫാമേഴ്സിന്റെ. ഈവൻ നമ്മുടെ ഫാം ഹൗസ് കണ്ടതല്ലേ, അതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യ ആ ഫാമിൽ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കണ്ടോ, ഭാര്യനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പാത്രങ്ങളൊക്കെ കഴുകാണ്. പാത്രങ്ങളൊക്കെ കഴുകി വെക്കാണ്. പിന്നെ ചില സമയത്ത് അദ്ദേഹം തന്നെ ഇവിടെ കുക്ക് ചെയ്ത് ഭാര്യ വരുമ്പോഴേക്കും കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. തായ്ലൻഡിലെ രാജാവാണ് ഇത്. ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന രാജാവ്. ഇത് ഇവരുടെ കിച്ചണാണ്. ഇവിടെ ചെറുനാരങ്ങയൊക്കെ പറിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. വാഴപ്പഴം. വളരെ സിമ്പിൾ ലൈഫ്. പക്ഷെ വണ്ടിയൊക്കെ ഇതേപോലെയുള്ള ടൊയോട്ടയുടെ 3 4 വീൽ വണ്ടിയുണ്ട് ഇവിടെ. പക്ഷെ ലൈഫ് വളരെ ഇങ്ങനെയായിരിക്കും. നമ്മളെ നാട്ടിലൊക്കെ വീട് ഉണ്ടാക്കാൻ മത്സരിക്കുകയാണ് ആൾക്കാർ. പക്ഷെ ഇങ്ങനെ ജീവിക്കാനുള്ള ഒരു സുഖമുണ്ടല്ലോ, അതൊരു പ്രത്യേക, എന്താ പറയാ, ഒരു ടെൻഷനും ഇല്ലല്ലോ. ബെഡ്റൂമൊക്കെ വീടിനുള്ളിലേക്ക് കയറി വരുമ്പോൾ വളരെ സിമ്പിൾ. അവിടെ ഒരു കട്ടിലിട്ടിട്ടുണ്ട്. അദ്ദേഹം അവിടെ കിടന്നുറങ്ങാം. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോൾ ഇവിടെ ഇല്ല, ഫാമിലാണുള്ളത്. അവിടെ അടക്ക പറിച്ചുകൊണ്ടിരിക്കുക. അതാ മോനെ, കാങ്ങ കിച്ചണിൽ കയറി. അതുണ്ടോ, വെള്ളുള്ളി ഉപ്പിലിട്ട് വെച്ചിരിക്ക. വെള്ളുള്ളി ആ ഗാർലിക്കൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്, പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്നതല്ല. അതേപോലെ ഇത് വേറെ ഒരു പഴത്തിന്റെ കുരുവ, അത് ഉപ്പിലിട്ട് വെച്ചിരിക്കുക. കാങ്ങ് കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ഇത് കണ്ടോ, എടുത്ത് കഴിക്കാൻ തുടങ്ങി. നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഞാനിത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അടിപൊളി. ഇതിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, ഈ ഗാർലിക് സ്ട്രോങ് ഗാർലിക്കാണ്. നമ്മൾ കടയിൽ വാങ്ങുന്ന ഗാർലിക്കില്ലേ, അതിനേക്കാളും കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതോ. ഉപ്പിലിട്ട ഗാർലിക്ക് നല്ല രസമുണ്ട്. ഓ, ഒരു പ്രത്യേക ടേസ്റ്റാ. mà trà nó le mà đây canh còn thế thứ mà vô rụng đêm mình cứ nhìn hoặc cứ về la cũng phải đi check out phải đôn mấy đồ phải này luôn về lười giờ tao mấy tít to mà khé cho mà thịt tao tính mua mè nó phải đây qua mình phải một ഇതുണ്ട് ഇവര് ലോക്കൽസ് തമ്മിലുള്ള ഒരു സംഭാഷണം. ഇങ്ങനെയാണ് ഇവരിവിടെ സംസാരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഈ വണ്ടി എടുത്തിട്ട് വില്ലേജിലുള്ള ഒരു കടയിൽ പോകണം. ഞാൻ പറഞ്ഞിരുന്നില്ലേ, കുറച്ച് അവിടെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ വാങ്ങുകയും ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് പോയിട്ട് കണ്ടിട്ട് വരാം. വാ, വില്ലേജ് അല്ലേ. കണ്ടോ ആ കാണുന്ന കുന്ന്, ഈ കുന്ന് മുഴുവൻ ഇദ്ദേഹത്തിൻ്റെതാ. ഏക്കർ കണക്കിന് കൃഷി. ഇത് കണ്ടോ, ഇതാണ് ഞങ്ങളുടെ വില്ലേജിലുള്ള കടകളൊക്കെ ഉള്ള ചെറിയൊരു ജംഗ്ഷൻ. ഇതുവഴിയാണ് വീട്ടിലേക്ക് പോകുന്നത്. ഇവിടെ ഇതേപോലെയുള്ള ഒരു 5-6 കടകളേ ഉള്ളൂ. ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മരിച്ചുപോയി. അവിടെ ഒരു റെസ്റ്റോറൻറ്റ് നടത്തിക്കൊണ്ടുണ്ടായിരുന്നു.
നമ്മുടെ അവിടുന്ന് ഒഴുകി വരുന്ന ആ ചെറിയ തോടില്ലേ, അത് വലുതായി വലുതായി ഇതുണ്ടോ ഇതേപോലെ വലിയ പുഴയായി മാറും. പക്ഷെ ഇപ്പോൾ വെള്ളമില്ല, വെള്ളം കുറവാണ്. ഇതുണ്ടോ ഈ പുഴയില്ലേ, ഈ പുഴയിൽ ഞങ്ങൾ നല്ല വെള്ളം ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ ചൂണ്ടയിടും. ചൂണ്ടയിട്ട് കഴിഞ്ഞാൽ വലിയ വലിയ വാള, പിന്നെ ചെമ്പല്ലി, മുഷി ഒക്കെ കിട്ടും. പക്ഷേ ഈ കഴിഞ്ഞ സീസണിൽ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ കൂടുതൽ യാത്രയായിരുന്നില്ലേ, അതുകൊണ്ട് മീൻ പിടിച്ചില്ല ഈ പ്രാവശ്യം. ഇതൊരു ഷോപ്പാണ്. ഇവിടെ ഇതിനകത്ത് ഈ ഇതുണ്ടോ ഐസ് ബോക്സ്, ഇതിനകത്തൊക്കെ ഫ്രഷ് മീനൊക്കെ ഉണ്ടാവും വിൽക്കാൻ വെച്ച്, ചിക്കനൊക്കെ ഉണ്ടാവും. പിന്നെ ഇവിടുന്ന് തന്നെ പറിച്ചുകൊണ്ട് വരുന്ന പാവക്ക, വെണ്ടയ്ക്ക, പിന്നെ ഇങ്ങനെയുള്ള തക്കാളി, ഇതൊക്കെ വിഷമില്ലാത്ത സാധനങ്ങളാണ്. ഇതാണ് വില്ലേജിലുള്ള ഒരു കട. കാങ്ങിത ഇവിടെ വന്നിട്ട് ഈ വില്ലേജിലുള്ള ഒരു ഷോപ്പിൽ നൂഡിൽസ് കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കുറേ പച്ചിലകളും വെജിറ്റബിൾസും, പിന്നെ ഇവിടെയുള്ള ഒരു ഫ്രൂട്ടിൻ്റെ ഒരു ജ്യൂസാണിത്. ഇവിടെ നിന്ന് തന്നെ കിട്ടുന്ന ഫ്രൂട്ടിനെ കൊണ്ടുണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം ഫ്രൂട്ടാണ്. ഇവിടെ ഒരാൾ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടോ? ഇതൊക്കെയാണ് വില്ലേജിലെ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് പഴംപൊരിയൊക്കെ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിക്കാമല്ലോ. ഇതൊക്കെ ഈ വില്ലേജിലുള്ള ഞങ്ങളുടെ എന്താ പറയാ വല്യമ്മ, ഞങ്ങളുടെ വില്ലേജിലെ വല്യമ്മയാണിത്. വളരെ സ്നേഹനിധിയായ ഒരു അമ്മയാണ്. നല്ല പ്രായമുണ്ട്, പക്ഷെ ഇപ്പോഴും നല്ല ആരോഗ്യമുണ്ട്. ഇതൊക്കെ പഴയ സിനിമകളിലേ കണ്ടിട്ടുണ്ടാവുള്ളൂ അല്ലേ, ശ്രീനിവാസന്റെ ഒക്കെ. ഇത് കണ്ടോ, ഇതിവിടുത്തെ ഒരു ബാർബർ ഷോപ്പാണ്. ഒരു പഴയ ചെയറും ഇതുണ്ടോ, ഇതാണ് ഇവിടുത്തെ ബാർബർ ഷോപ്പിന്റെ സെറ്റപ്പ്. ഇങ്ങനെയുള്ള ബാർബർ ഷോപ്പൊക്കെ ഇപ്പോഴും നമ്മുടെ ഏതെങ്കിലും ഗ്രാമത്തിലൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു അല്ലേ. പക്ഷെ ഇവിടെ ഇതേപോലെയുള്ള 2 കടകളുണ്ട്. ഇവിടെ ഈ കൂട്ടിനകത്ത് ഇത് കണ്ടോ, ഇത് മലയണ്ണാനാണ് പിടിച്ച് കൂട്ടിലിട്ട് വെച്ചിരിക്കുക. ഞാനും എൻ്റെ സുഹൃത്തും കൂടെ അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലൂടെ മാംഗോസ്റ്റിൻ ട്രീകൾക്ക് അടിക്കാനുള്ള മരുന്നുകളുമായിട്ട് ഇങ്ങനെ നടന്നു പോവാണ് കേട്ടോ. ഇപ്പോൾ മാംഗോസ്റ്റിനൊക്കെ പൂവിട്ട് തുടങ്ങിയല്ലോ. ഇനിയിപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് കെയർ ചെയ്യേണ്ടി വരും. വെള്ളം അതേപോലെ മരുന്നുകളൊക്കെ സമയത്ത് അടിച്ചു കൊടുക്കണം. പക്ഷെ അതിനൊക്കെ ഇവിടെ മ്യാൻമാറുകാരുണ്ട് കേട്ടോ. നല്ല രസമായി തോട്ടത്തിലൂടെ നടക്കാൻ. ഇവിടെ ഇന്നലെ കാറ്റടിച്ചിരുന്നേ, അപ്പോൾ ഒരു കവുങ്ങ്, നമ്മുടെ അടക്കാമരം കണ്ടോ, നേരെ പകുതിയിൽ നിന്ന് മുറിഞ്ഞു വീണിരിക്കും. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു. അദ്ദേഹത്തിൻ്റെ 2 കാവൽ നായ്ക്കളാണിത്. നല്ല കാലാവസ്ഥ കേട്ടോ. ഇപ്പോൾ മഴ വരാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾക്കിവിടെ വില്ലേജിൽ ഒരു ചന്ത നടക്കുന്നുണ്ട്. അവിടെ വരെ ഒന്ന് പോകണം, എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എന്നൊക്കെ ഒന്ന് കാണണം. ഇത് ഇവരുടെ പ്രാർത്ഥിക്കാനുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.